ഹലോ മച്ചാന്മാരെ, ഇന്നത്തെ പരിപാടി എന്നത് ആൻസിയുടെ വീട്ടിൽ ഒരു മൺകലത്തിൽ കുറച്ച് ചെറുതേൻ എടുക്കുന്നതാണ്. തേനീച്ച കൂട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പരിപാടിയാണ് ഇപ്പം നടക്കുന്നത്. ഗൈസ്, ഈച്ച പറക്കുന്നു നല്ല രീതിയിൽ. ഇതായിരിക്കും ആൻസി. രാത്രി നിന്ന് തേനെടുക്കുകയാണ്. അച്ഛന് 2-3 കടിയൊക്കെ കിട്ടി, എന്നാലും കുഴപ്പമില്ലാതെ അച്ഛൻ എടുക്കുകയാണ്. ഗൈസ്, നമുക്ക് ഇത്രയും തേൻ കിട്ടി. ചെറുതേനാണ്, വിലയും നല്ല കൂടുതലാണ്, നല്ല ഔഷധ ഗുണമുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് സെറ്റാക്കിയിട്ട് ഇനി അടുത്ത് വരാം. അടിപൊളി ടേസ്റ്റ് കേട്ടാ, അടിപൊളി ടേസ്റ്റ്. സൂപ്പർ, ഒരു രസമില്ല, അടിപൊളി ടേസ്റ്റ്. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ്. ഞാൻ കഴിച്ചു നോക്കി, ടേസ്റ്റ് ചെയ്ത് നോക്കി, സെറ്റാണ്. ഇനി ഇത് ഒരു കുപ്പിയിലാക്കിയിട്ട് അതിന് ഇത് എന്തോ നിനക്ക് യൂസ് ചെയ്യാം പറ. വേറെ എന്തിനൊക്കെ യൂസ് ചെയ്യാം അറിഞ്ഞൂടെ? എന്ത് മരുന്നിന് വേണ്ടിയാ? കെട്ടി വെച്ചത് പക്ഷെ ഇത് ആദ്യമായിട്ട് നമുക്ക് ഇത്രയെങ്കിലും കിട്ടണം. കഴിഞ്ഞിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ഇത്രയും തേന് നമുക്ക് ആ ചെറിയൊരു തന്നെ അല്ലേ, സെറ്റല്ലേ? ഇത് കുറച്ച് അമ്മയ്ക്ക് കൊടുക്കേ പറ. ഇത് എന്തോ നിനക്ക് യൂസ് ചെയ്യാം? പക്ഷെ നല്ല ടേസ്റ്റ് അല്ലേ ആൻസി ഇത്? ആദി വന്നിട്ടുണ്ട്. ഹലോ പറ. ആദി നിന്റെ കൂട്ടുകാരൻ വന്ന ഇല്ലേ? നമുക്ക് അവൻ്റെ വീട് വരെ പോയാലേ? എന്നാ ബാക്കിയാറ്. ആദിയുടെ ബെസ്റ്റ് ഫ്രണ്ടായ വിനായകൻ ഒരു 6-7 ദിവസം കൊണ്ട് വരക്കയില്ല. അപ്പോൾ ആദിക്ക് ഭയങ്കര വിഷമം. അപ്പോൾ എന്ത് കാര്യമെന്ന് അറിഞ്ഞില്ല. അവൻ സ്കൂള് വിട്ടു പോയെന്നാണ് ആദി പറയണത്. നമുക്ക് അവൻ്റെ വീട് വരെ ഒന്ന് പോയാൽ ആദിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആദി പോയാലേ നമുക്ക് പോവാമോ ആദി? അവൻ്റെ ചിരിയൊക്കെ സന്തോഷം. പോയാലേ? ശരി. നമ്മളങ്ങനെ ഒരു ബേക്കറിയിലെത്തി. അവന് ചെറിയ ഐസ്ക്രീമും കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ട് അവൻ്റെ വീട്ടിലോട്ട് പോവാം. തൊട്ടപ്പുറത്ത് തന്നെ അവൻ്റെ വീട്. അപ്പോഴേ നമുക്ക് അവൻ്റെ വീട്ടിലോട്ട് പോവാം. ആദ്യം ഭയങ്കര എക്സൈറ്റ്മെൻ്റാണ്, വേണമെങ്കിൽ കാണിച്ചു തരാം. ആദി, കൂട്ടുകാരൻ്റെ അടുത്ത് നീ ആദ്യം എന്തോ പറയും? എന്ത് വരാത്തെന്ന് കേൾക്കുമോ? ശരി. അപ്പോഴേ നമുക്ക് കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് വന്നിട്ട് കാണാം. ആദ്യയുടെ കൂട്ടുകാരെ എത്തി. ഇതൊക്കെ ഇത് ഒരാഴ്ച ഇല്ലാത്തോണ്ട് സ്കൂള് മാറ്റിയെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു. സ്കൂള് മാറിയപ്പോയെന്നും പറഞ്ഞോണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. ഇന്ന് പോയില്ലേ മക്കളെ സ്കൂളിൽ? ഇന്ന് പോയല്ല. ഇന്ന് നീ പറ. അല്ല, എന്താണ് വരാത്തെന്ന് പറ. വിനയ, നീ എന്ത് വരാത്തെന്ന് പറ. ഉഴപ്പായുണ്ട വരാത്ത? ഇത് നിന്റെ ടീച്ചർ കാണും. ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നോട് പറയും, പിന്നെ അവന് പോണ്ടെന്ന് പറയും. ഞാൻ പിള്ളേരെ അങ്ങനെ ചിലപ്പോഴൊക്കെ വിടില്ല. നിന്റെ ടീച്ചർ ഈ ചാനൽ കാണും. ഞാൻ ഇപ്പൊ പറയാം. നീ മടിച്ചാണ് നിൽക്കാത്ത. ആമൂസേ എന്തൊരു കഴിച്ച വാ. അവര് സംസാരിക്കടാ. നാണോ രണ്ടു? അത് തന്നെ. പോയി കളി.
ഡേയ് വിനായക, നിന്റെ കാര്യം പറയാൻ മാത്രമേ ഇവനെ സമയമുള്ളൂ. എന്താണ് പറയാനുള്ളത്? ആദ്യം ഇങ്ങനെ പാവാണ്. പാവാണ്. നിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നീ എന്ത് സ്കൂളിൽ പോകാത്ത? ആദ്യം നിന്നെ കാണാതെ കരഞ്ഞ് വിനായകനെ സ്കൂള് മാറ്റിയെന്ന് പറഞ്ഞു. ഇനി എന്നും പോവോ സ്കൂളില്? പോയില്ലെങ്കിൽ വിളിച്ചു പറയോ? ആദ്യം വിളിച്ചു പറയോ? അവരവരെ ലോകത്തേക്ക്. അല്ല, എന്നെ നോക്കിയല്ല, അവനെ നോക്കി പറയടാ. എൻ്റെ വീട്ടിലുള്ള കീരയായിട്ടാണ് ചേട്ടൻ്റെ വരവ്. പിന്നെ എന്തോന്നൊക്കെ തന്ന്? ഇതെന്തോന്ന് ചേച്ചി? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു പുതുപുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.